അപ്പൊ നമ്മുടെ മറ്റൊരു അൺബോക്സിംഗ് ഗ്രോസറിയിലേക്ക് സ്വാഗതം. ക്യാമറാമാൻ അങ്ങ് പിടിച്ചില്ലെന്ന് തോന്നുന്നു, കലിപ്പിലാണേ. വീഡിയോ പിടിച്ചുതരാൻ കഴിയേയില്ല. ആരെങ്കിലും ഒക്കെ വന്ന് യു ജസ്റ്റ് കണ്ടിട്ടാ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ജസ്റ്റ് എന്റെ ആര് വരുന്നു കേട്ടോ. ഒരു 10 മിനിറ്റ് വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്ത് തരാൻ പറഞ്ഞ കേൾക്കുകയല്ലോ. ജസ്റ്റ് ഉണ്ടല്ലോ എനിക്ക് സംസാരം വരത്തുള്ളൂ ജസ്റ്റ്. അതുകൊണ്ടാ എനിക്കിപ്പോ സ്റ്റാൻഡ് വെച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. എന്താ പക്ഷെ സ്പടികവും സ്ഫുടകവുമായിട്ട് ജസ്റ്റ് ഇടല്ലേ വരത്തുള്ളത് കൊണ്ട്. ഓക്കെ, നമ്മൾ കാർഡ് കയറണ്ട. അപ്പൊ ഇന്നത്തെ ഗ്രോസറി ഷോപ്പിംഗിന്റെ അൺബോക്സിങ് നമ്മൾ ലുലുലൊക്കെ പോയിട്ട് വന്നാ. ഇന്ന് ലുലു വെച്ചിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞു ഞാനിപ്പോൾ ഓൾറെഡി വാങ്ങിച്ച സാധനമൊക്കെ കണ്ടിന്യൂ ഞാൻ കാണുകയല്ലോ, അതുകൊണ്ട് അൺബോക്സിങ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ചത് പ്രിങ്കിൾസ്. ഇതാര് വാങ്ങിച്ചാ? ജേഡ് വാങ്ങിച്ചാണോ? എന്തിനാ എസ് ആവശ്യമില്ലാതെല്ലാം വാങ്ങിപ്പിക്കുന്നേ? അങ്ങനല്ല പറഞ്ഞേ, അവന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഏതെങ്കിലും ഒന്നേ എടുക്കാവുള്ളൂ. അപ്പൊ പ്രിങ്കിൾസ് അവൻ വാങ്ങിച്ചിട്ടുണ്ട്. അവൻ വാങ്ങിച്ചതായതുകൊണ്ട് തന്നെ അത് തുറന്നതുമായിരിക്കും. കറക്റ്റ് അവൻകായിട്ട് നിന്നിട്ടുണ്ടോ? ആണോ? ടെസ്റ്റ് കാണോ? ഇതിപ്പ അവൻ തന്നെ ആക്കാം. അപ്പൊ പ്രിങ്കിൾസ് ഒരെണ്ണം. പിന്നെ ഞാൻ വാങ്ങിച്ചത് ബെറീസ്, കുറച്ച് ബ്ലൂബെറി. ഇത് ബ്ലൂബെറി ആണോ? അല്ല സോറി, ബ്ലാക്ക്ബെറി ഒരു പാക്കറ്റ്. ഇത് പെട്ടെന്ന് കേടാ. ജസ്റ്റ് ഇതിനൂടെ വേണേല് രാവിലെ ഇത് ഉണ്ടാക്കിയല്ലേ അതിനിടാനുള്ള സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്നെ കുറ്റം പറയണ്ട. ജസ്റ്റ് ഡ്രൈ ഫ്രൂട്ട്സ് അല്ല ഇത് ഇടേണ്ടത്. പിന്നെ സാമൻ മീമി വാങ്ങിച്ചു. എത്ര മീമിക്ക് എത്രയാ ബില്ല്? ചുമ്മാ അല്ല, അത്ര ബില്ലായിരുന്നു. ആദ്യം തന്നെ കൈയുടെ ഫ്രിഡ്ജിലോട്ട് വെക്കാം. അതെ, സാമൻ 144 ദിർഹംസ്. ഫ്രിഡ്ജിലോട്ട് വെക്കട്ടെ, അല്ലെങ്കിൽ വാട്ടർമെലൺ 9.55 9.99 ഒരു പുള്ളി വീഡിയോ ചെയ്യുന്ന പുള്ളി വരുന്ന വാട്ടർമെലൺ വെച്ചത് എന്റെ ഡിന്നർ ആട്ടോ. വാട്ടർമെലൺ ഇന്നും ആകാമല്ലോ. പിന്നെ കുറച്ച് ബീഫ് വാങ്ങിച്ചു, ബുഫല്ലോ വാങ്ങിച്ചു. കട്ട്ലേറ്റ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ഉണ്ടാക്കണമെന്ന് ഇവിടെ നിരന്തരമായി 2 പേര് റിക്വസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പം ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇത് ഇന്ന് വേവിച്ചങ്ങ് വെച്ചാലോ അല്ലേ? നാളെ ഉണ്ടാക്കാം. അപ്പം ഒന്ന് നാളെ ഉണ്ടാക്കാം. ബീഫ് വാങ്ങിച്ചു 27 സംതിങ്. ഇച്ചിരി വാങ്ങിച്ചോളേ. പക്ഷെ എന്നാലും നിന്റെ കട്ട്ലേറ്റ് അടി പൊളിന്ന് പറയരുത്. ഞാൻ ഈ ആഴ്ച ഉണ്ടാക്കാനായിട്ട് വെച്ചിരുന്നു, വളിച്ചുപോയി. പിന്നെ ചില്ലി പൗഡർ ഈസ്റ്റേന്റെ. പിന്നെ ബ്രൗൺ ഷുഗർ. നമുക്കിവിടെ യുഎയിൽ ബ്രൗൺ ഷുഗർ ഒഫീഷ്യലി വാങ്ങിക്കാവുന്നുണ്ട്. ബ്രൗൺ ഷുഗർ ഇത് ഇവിടെ ജേഡ് മാത്രമേ ഷുഗർ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. കാപ്പിക്കകത്ത് ഷുഗർ യൂസ് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് എനിക്ക് ആൾക്കാർ സ്നേഹത്തോടെ മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ ഷുഗർ യൂസ് ചെയ്യാറില്ല. ഞാനും യൂസ് ചെയ്യാറില്ല, ജസ്റ്റ് യൂസ് ചെയ്യാറില്ല. പക്ഷെ ഒരു കേക്ക്, വലിയ ചീസ് കേക്ക് മേടിച്ചത് അങ്ങനെ സംടൈംസ് അതിവിടെ അതിനോട് ചോദിച്ചായിരിക്കും. അതിനോട് പ്രസക്തിയില്ല. ഏത് ചീസ് കേക്ക് ആണെന്നറിയോ? നമ്മുടെ മരിയാപ്പയുടെ ചീസ് കേക്ക് ഇല്ലേ? അതെ, വലിയ മധുരമൊന്നുമില്ല, എന്നാലും വല്ലപ്പോഴും. പിന്നെ ഒരു ഓട്സ് വാങ്ങിച്ചു, ഒരു ബോക്സ്, ഒരു ടിന്ന്. പിന്നെ ഹോർലിക്സ്. ഇവിടുത്തെ കുട്ടിക്ക് ഹോർലിക്സ് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് നീ നിന്ന് കഴിഞ്ഞോണ്ടോ മറ്റേ ഹോർലിക്സ്? എന്റെ പൊന്നെ, ഇങ്ങനെ മനുഷ്യർക്ക് കൊതിയെന്നല്ല, ഭിണ്ണാന്ന് പറഞ്ഞ ഭിണ്ണ ആയകാലത്തൊന്നും കണ്ടിട്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ മനുഷ്യർ. ഇതൊക്കെ എപ്പൊ കൊത്തി കയറ്റുന്നു. കണ്ട് ഹോർലിക്സ്. ഇത് ഇവിടുത്തെ കുഞ്ഞുമാവയ്ക്ക് കുടിക്കാൻ വേണ്ടിട്ട് പല ജന്മങ്ങളെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലുള്ളതിനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണും. എന്റെ ദൈവമേ. പിന്നെ പൊമഗ്രനേറ്റ്. ഇത് ഏത് രാജ്യത്തിന്റെ? ഇന്ത്യ അല്ല, അത് തന്നെ ഇന്ത്യ. ഭയങ്കര വില കേട്ടോ. നമ്മുടെ താഴെയുണ്ട്, ഫ്ലാറ്റിന് താഴെ. അപ്പൊ പൊമഗ്രനേറ്റ് ഒരെണ്ണം അല്ല ഒരു പാക്കറ്റ് വാങ്ങിച്ചു. അടുത്തത് എന്റെ സ്വന്തം അവോക്കാഡോ. പക്ഷെ ഇത് ലുലുകാർഡ് പറയണം. ഇതിപ്പം ഒറിജിനൽ മെക്സിക്കോയുടെ സാധനം അല്ല വരുന്നേ. കഴിക്കുമ്പോ എനിക്കറിയാൻ മേലെ. അത് 28 ദിർഹംസ്. 3 മാറ്റുള്ളൂ. തേഞ്ഞ വിലയാ. പിന്നെ എന്റെ സ്വന്തം കപ്ലങ്ങ. കഴിഞ്ഞ ദിവസത്തെ വെട്ടിയത് ഇപ്പോഴും ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടല്ലോ. അത് ഞാൻ നിർത്തിന്ന്. എന്നാ പാത്രത്തിൽ ഇരിക്കുന്നല്ലേ? ഇനി വെട്ടിയത് പാത്രത്തിൽ ഡിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന 2 ലിപ്സ്റ്റിക്ക്. ഒന്ന് ക്രിസ്ത്യൻ ഡയറിന്റെയും ഒന്ന് പെട്ടെന്ന്. എന്നാ പിന്നെ ക്രിസ്ത്യൻ ഡയറിന്റെ 2 ലിപ്സ്റ്റിക്ക് പോയി നോക്ക്.
അല്ല ജസ്റ്റ് നോക്കിയ ജസ്റ്റ് വേണ്ട. ഇവിടെ കപ്പളങ്ങ കഴിക്കുന്ന ആരാ? അപ്പനും മകനും ഫ്രൂട്ട്സ് കഴിക്കുന്നതല്ലേ ഞാനാ കഴിക്കുന്നത്. പക്ഷെ കപ്പളങ്ങ കഴിക്കുന്ന നല്ല വിരശല്യത്തിന്. കപ്പളങ്ങ 21.35 മുടിഞ്ഞ റേറ്റ്. ശ്രീലങ്കയുടെ കപ്പളങ്ങ ഉണ്ട് കേട്ടോ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇന്ത്യയുടെ ആയിരുന്നു, നല്ലതാ. പിന്നെ ഈ ഒരു സുനാപ്പിളി, ഇത് എന്തിനു വാങ്ങിച്ചെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. പൊമേലോ പിങ്ക്, വിയറ്റ്നാമിന്റെ മധുരം ഉണ്ടായിരിക്കും അല്ലേ? അതിന് 20 ദിറംസ്. ഇത് ഞാൻ തിരിച്ചു വെക്കണമെന്ന് വിചാരിച്ച. സുഹൃത്തുക്കളെ, മറ്റേ അവിടെ സുഹൃത്തുക്കളെ, ഞാനിത് എന്റെ സോക്കേടിന് വാങ്ങിച്ചാന്ന് പറയേണ്ടത്. കഴിച്ചാ കൊള്ളാന്ന് എഴുതുന്നവരെ അറിയാം. നമ്മുടെ മറ്റേ ഇതിന്റെ പേരാ നാട്ടിലുള്ള കമ്പിളി നാരങ്ങ. പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ പിള്ളേർ പറിച്ചോണ്ട് വരുന്നു എവിടെന്നെങ്കിലും ഒക്കെ. എന്നിട്ട് ഞങ്ങൾ ആരുടെങ്കിലും ഒക്കെ വീട്ടിൽ നിന്നിട്ട് ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് തിന്നായിരുന്നു. ആ പുത്തിരിക്കണ്ടം മൈതാനം അല്ല, ആ കമ്പിളിയാണ് ഈ കമ്പിളി. സഞ്ചി കൊള്ളാം. എങ്ങനെ തുറക്കുന്നേ? എന്തെങ്കിലും. പിന്നെ ഇത് ജസ്റ്റിക്ക് ഇഷ്ടമുള്ള പഴം, ബനാന മൈസൂർ. രസകദളി അല്ലേ? അല്ല, ജസ്റ്റിക്ക് ഇഷ്ടമുള്ള ഇതെല്ലാം ഇവിടെ. ഒരു മിനിറ്റ്, ഞാൻ നിങ്ങളെ ഒരു സൂത്രം കാണിക്കാവേ. ഇതിന്റെ പേരെന്നാ? ഇത് രസകദളി അല്ല, ഒരു കദളി അല്ല, പാളയംകുടൻ. രസകദളിയൊക്കെ ഞാൻ സ്മൂത്തി അടിച്ചും പുട്ടടിച്ചും തീർത്തു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ വീട്ടിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജ് വെച്ച് നിങ്ങളെ ഇങ്ങനെ കിളിപ്പിക്കുന്ന ഒരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തിനു വാങ്ങിക്കുന്ന ജസ്റ്റിൻ ഇത്? പിന്നെ എന്നെ കാണുമ്പോ ഞാൻ ഈ പറയുമ്പോ അതുണ്ടോ ചൊറിഞ്ഞു പഴുത്തിരിക്കുന്നേ. ദോഷം കിട്ടും കേട്ടോ ഇങ്ങനെയൊക്കെ ഫ്രൂട്ട്സ് കളഞ്ഞാല്. ഇത് നെസ്ലയുടെ സോഴ്സ് ഓഫ് അയൺ. കുറച്ച് സീരിയൽസ്. ഇത് പിങ്കി പോങ്കി. ഇവിടുത്തെ കുഞ്ഞി കൊച്ചു ഹോർലിക്സ് ഇട്ട് കഴിക്കാൻ വാങ്ങിച്ചായിരിക്കും. ഇതാണ് ജസ്റ്റിയുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ നല്ല പുട്ടും കടലയും ഇടിയപ്പവും സാമ്പാറും അവിയലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നാലും ഇതൊക്കെ എന്നിട്ട് ജസ്റ്റ് ഉച്ചക്ക് ഇപ്പൊ ഒന്നും കൊണ്ടുവരാം. എന്നിട്ട് വൈകുന്നേരം വന്നിട്ട് 2 കിലോ ചോറും കഴിക്കും. ഇതാണ് ജസ്റ്റിയുടെ ഡയറ്റ്. ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ബിസ്കൂട്ട് അല്ല, റസ്ക്. ഇത് നമ്മുടെ നൊക്ലാച്ചി കേട്ടോ. ഞങ്ങൾ ചെറുപ്പത്തിൽ രാവിലെ എഴുന്നേക്കുന്നു, കട്ടൻ കാപ്പി റസ്കും കഴിക്കുന്നു. പിന്നെ ഒരു 8:30 ആകുമ്പോഴാണ് പാലും കാപ്പി വരുന്നത്. നിങ്ങളോട് അങ്ങനെ അല്ലായിരുന്നു ജസ്റ്റ്? ഞങ്ങളൊക്കെ വീട്ടിൽ അങ്ങനെ ആയിരുന്നു. രാവിലെ വെളുപ്പിന് ഒന്നും പാലും കാപ്പി ഒന്നും ഉണ്ടാക്കല്ല. രാവിലെ കട്ടൻ കാപ്പി റസ്ക്. അതൊരു ഒന്നാന്തര ഫീലായിരുന്നു. കട്ടൻ കാപ്പിക്കകത്ത് ഇങ്ങനെ മുക്കി. മോന്റെ കൊച്ചിന്റെ ഫീൽ അതാണോ? ഇഷ്ടമാണ് മോന്? കണ്ടേച്ചാ മതിയായിരുന്നു. അവിടെ നിൽക്കേ, എന്നാ പറ. Cheetos crunchy. Then parapuri. പഴംപൊരി അല്ല, ബനാന. അത് അമ്മക്ക് ഇഷ്ടമുള്ള ബനാന. രസകദളി. Sausage. ഇതൊക്കെ വാങ്ങിച്ചു. Nuggets. ഈ നഗറ്റ്സ് അപ്പുറത്തെ ഫ്രീസറിൽ ഞാൻ പറഞ്ഞ നഗറ്റ്സ് വാങ്ങിക്കരുതെന്ന്. ഞാൻ കേട്ടില്ല. നഗറ്റ്സ് വാങ്ങിച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ വാട്ടർ മൾട്ടിഗ്രെയിൻ ബ്രെഡ് ഒരു പാക്കറ്റ്. എവിടെ ഞാൻ വെക്കും കർത്താവേ? ഓറിയോ ബിസ്ക്കറ്റ് 1 ബോക്സ്. പിന്നെ ഇത് ഗ്രീക്ക് യോഗട്ട്. എനിക്ക് സ്മൂത്തി അടിക്കാൻ വേണ്ടിട്ട് 2 എണ്ണം. എന്റെ സ്മൂത്തി വലിയ സ്മൂത്തി കൂടിയൊക്കെ, വണ്ണം മാത്രം കുറയുന്നില്ല. പിന്നെ റാസ്ബെറി. അവിടെ വെക്കടാ. റാസ്ബെറി ഒരു പാക്കറ്റ്. പിന്നെ കുറെ സോപ്പ്. നമ്മൾ എത്ര വികസിച്ചാലും ദേഹത്ത് സോപ്പ് അരച്ച് കുളിക്കുന്ന ഒരു സുഖം. കണ്ടോ ജസ്റ്റ് അങ്ങനെ? Just 1 minute. It says that it will glow in the dark. എവിടെ ഉളത്തരായിട്ട് തരും. No, it says on the ഉണ്ടെന്ന്. You saw? എന്ത് ജസ്റ്റ് ബോഡി വാഷ് ഇട്ട് കുളിക്കുന്നതാണോ സോപ്പ് വെച്ച് കുളിക്കുന്നതാണോ ഇഷ്ടം? എനിക്ക് പക്ഷെ സോപ്പ് വെച്ച് കുളിക്കുമ്പോ ഒരു പ്രത്യേക ഒരു വികാരമാണ്. നിങ്ങളുടെ മോനെ ബാത്റൂമിൽ കയറി ഒരു ദിവസം ഒരു സോപ്പാ തീർക്കുന്നത്. ഇത് ഡോവ് കേട്ടിട്ടില്ലേ? ഡോവ് അവിടത്തേക്ക് ഡോവ് ഇവിടത്തേക്ക് ഡോവ്. ഒരു പാട്ട് ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ സംഗീതം കൊടുത്ത കേട്ടോ. ജസ്റ്റ് സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ അങ്ങനത്തെ പാട്ടൊക്കെ പാടുമായിരുന്നു. നിങ്ങൾ പാടത്തില്ല? ജസ്റ്റ് സ്കൂളിൽ പോകുന്നു, വരുന്നു, പഠിക്കുന്നു, കിടന്നുറങ്ങുന്നു, നേരെ വിളിക്കുന്നു, പിറ്റേ ദിവസം റിപ്പീറ്റ്.
സ്കൂളിൽ പോകുന്നു, കൂട്ടുകാർ കൂടി ഇങ്ങനത്തെ ചുമ്മാ എന്നെ സ്കൂളിൽ പഠിച്ചപ്പോ ഒരെണ്ണത്തിന് ജസ്റ്റ് കണ്ണുപെട്ടത് കാണാന് പഠിത്തം മാത്രമേ ഉള്ളൂ. ഈ പാട്ടൊക്കെ പാടും. ഡോവ് ഡോവ് ഡോവ്, അവിടത്തേക്ക് ഡോവ്, ഇവിടത്തേക്ക് ഡോവ്, ഡോവ് ഡോവ് ഡോവ്. വേറെ കുറച്ചുണ്ട്, അത് പബ്ലിക്ക് പറയാൻ കൊള്ളത്തില്ല. അങ്ങനൊന്നും ഇല്ല, ഇത്രേ ഉള്ളൂ. പിന്നെ യേശുദാസ് പാടി സിൽക്ക് സ്മിതയാടി, ആ പാട്ട് കേട്ടിട്ടുണ്ടോ? ജസ്റ്റ് കേട്ടിട്ടുണ്ടോ? എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്. പിന്നെ ഇതണ്ടിന് സോപ്പ്. ഈ ചേട് ബാത്റൂമിൽ കയറി ഭയങ്കര സോപ്പ് നശിപ്പിക്കാന്നേ. ഡെറ്റോൾ ആരാ വാങ്ങിച്ചേ? ശരി കേട്ടോ. ആ 99.9 കീടാണുമില്ലേ അതിൽ ആ കീടാണുക്കളൊന്നും എന്റെ അടുത്തത് പോവല്ല. അതെ, അതിൽ 1% കീടാണുമാണ് ആ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്നത്. ജസ്റ്റിന് ഏത് ടീഷർട്ടാ ജസ്റ്റ് എടുത്തിട്ടേക്കുന്നേ? ഞാൻ ജസ്റ്റിനെ കൊണ്ട് തോറ്റു. ഓക്കെ, അത് പിന്നെ പോയിന്റേക്ക്. പിന്നെ പിയേഴ്സ്, അതൊരു നക്ലാച്ചിയ സോപ്പാട്ടോ. പിയേഴ്സ്, അങ്ങനെ 3 സോപ്പ്. പിന്നെ ഡെറ്റോളിന്റെ ഒരു ഹാൻഡ് സാനിറ്റൈസർ. ഇതെന്തിനാ വെച്ചാൽ ബാഗിലിടാൻ വേണ്ടിയിട്ടാണേ. പള്ളിയിലൊക്കെ പോകുമ്പോൾ നോട്ടൊക്കെ നേർച്ചീന എടുക്കുമ്പോഴേ കയ്യെ തളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊന്നും നിർത്തി തരുന്നു. പിന്നെയും തുടങ്ങി ബട്ടർ ചിക്കൻ ലുലുവിന്ന് ഒരു പാക്കറ്റ്. അതൊക്കെ എങ്ങോട്ട് ഞാൻ വെക്കും നിർത്താവേ. പിന്നെ അപ്പം, എന്റെ ദൈവമേ, 2 കിലോ അപ്പം വാങ്ങിച്ചല്ലോ. അപ്പം ഇതിപ്പോ ജസ്റ്റ് രാത്രി കഴിക്കാനാന്ന് തോന്നുന്നു. എനിക്കല്ല, പിന്നെ അവനല്ല ബട്ടർ ചിക്കൻ അല്ല അപ്പം. പിന്നെ സാലഡ് വാങ്ങിച്ചത്. ഇപ്പൊ മാംഗോ സാലഡ് കണ്ടപ്പോ ജസ്റ്റിക്ക് ഒരു കൊതി, അങ്ങനെ വാങ്ങിച്ച. ഇതാണ് ജസ്റ്റ് വാങ്ങിച്ച കോക്ടെയിൽ, എക്സോട്ടിക് കോക്ടെയിൽ. ഇതിനകത്ത് കാലോറി എന്തെങ്കിലും ജസ്റ്റിക്ക് അറിയാവോ? മുടിഞ്ഞ കാലോറി ആയിരിക്കും. പിന്നെ അല്ലാണ്ട് ഡ്രൈ ഫ്രൂട്ട്സ്, ജസ്റ്റ് ഒറിജിനൽ ഫ്രൂട്ട്സ് ആയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സാലഡ്. ഇത് 2 ഇതൊക്കെ ജസ്റ്റിയുടെ സംഭാവനയാണ്. ആനക്കരിയെ. പിന്നെ ഇതെന്താ വെച്ച് വാങ്ങിച്ച്? പരിപ്പൂടയോ? ഉള്ളിവടയും വാങ്ങിച്ചു, പരിപ്പൂടയും വാങ്ങിച്ചു. 2 ഉള്ളിവട 3 പരിപ്പൂട. ഇതെല്ലാം നമുക്ക് നാട്ടുകാർ മൊത്തം ഞാൻ തളിച്ചു തന്നു, എന്നെ തെറി. ഓക്കെ, ഉള്ളിവട പരിപ്പൂട സ്തോത്രം കഴിച്ചു. ഇനി കണ്ണൻ ദേവൻ തേയില. ഇവിടെ ചായ കുടിക്കുന്നത് ഇവിടുത്തെ ഒരേ ഒരു സന്തതി ജേഡു. കുടിക്കുന്ന ചായ കുടിക്കുക. അവന് ചായ ഇഷ്ടം. അതിനാ അവന് ചായയാണ് ഇഷ്ടം. പിന്നെ ഒരു കിങ് ഫിഷ് കറി. പിന്നെ ബീഫ് പെപ്പർ ഫ്രൈ. ലുലുവിന്റെ ബീഫ് വലത്തത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ലുലുക്കാർ ഇതൊക്കെ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് നമ്മളിതെല്ലാം വാങ്ങിക്കും, നമ്മളിതെല്ലാം കഴിക്കും. ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പൊ അത്രേ സാധനങ്ങളാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ ബില്ല് വന്നേക്കുന്നത് 628 ദിർഹംസ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു അവോക്കാഡോ വാങ്ങിക്കാൻ വേണ്ടി ഇതിന്റെ ലുലുവിൽ പോയത് അല്ലേ സ്റ്റേ? ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയത്. അപ്പോൾ ഇതിന്റെ സാരാംശം എന്താന്ന് പറഞ്ഞാൽ, പട്ടി കടിക്കാൻ ഓടിച്ചാൽ പോലും പോയി ലുലുവിൽ കയറി കൊടുക്കണം. അങ്ങനൊന്നുമല്ല കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇത്. ഇതെല്ലാം ഫുഡ് ഐറ്റംസ് മൊത്തം അല്ലേ? ആ ശരീരത്തിൽ കാണാനും ഇല്ലേ? അത്രേ ഉള്ളൂ. ഇപ്പൊ ഇതിനിടയിൽ കുറെ പേര് കമന്റ് വയ്ക്കും, ചുമ്മാ ഇങ്ങനെ തടിച്ചു പറ്റുന്നു. അന്ന് ഞങ്ങൾ തടിയന്മാർക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ, നിങ്ങൾ മെലിഞ്ഞവർക്ക് മാത്രം ജീവിച്ചാൽ മതി. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ ആഴ്ചത്തെ ഗ്രോസറി ഷോപ്പിംഗ് ഇവിടെ പരിസമാപ്തി ഹോ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. അപ്പൊ ശരി, എന്നാ പോയേശം വരാം.